അപ്പം നമ്മുടെ നാട്ടിലുള്ള ചില ഗുണകാംക്ഷികൾ ഞാൻ ചെന്നപ്പോൾ അറബിയിൽ പ്രസംഗിക്കാനൊക്കെ കഴിയുമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പള്ളിയിൽ പ്രസംഗിക്കാൻ ഒരു പെർമിഷൻ അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തിയത് ശരിയാക്കി. അന്ന് ഔഖാഫിൻ്റെ ഡയറക്ടർ ഷെയ്ഖ് അഹമ്മദ് ഖുറാബ് എന്നുള്ള ഒരാളാണ്. ഇതിൻ്റെ പെർമിഷൻ സാങ്ഷൻ ആയതോടുകൂടി ഈ നേരത്തെ പറഞ്ഞ ഉൽപ്പതിഷ്ണു വിഭാഗം കുത്തിത്തിരിപ്പുകൾ തുടങ്ങി. കേരളത്തിൽ നിന്ന് ഒരു സുന്നി വന്നിട്ട് ഇവിടെ സർക്കാർ പെർമിഷനോടുകൂടി അല്ലെങ്കിൽ ഔഖാഫിൻ്റെ അംഗീകാരത്തോടു കൂടി പ്രധാനപ്പെട്ട ഒരു പള്ളിയിൽ പ്രസംഗിക്കുക എന്നാണ് നമുക്കൊക്കെ ക്ഷീണമാണെന്ന് അവർ ചിന്തിച്ചത്. അങ്ങനെ അവർ കുത്തിത്തിരിപ്പുണ്ടാക്കി ഡയറക്ടർ അഹമ്മദ് ഖുറാബിൻ്റെ അടുത്ത് ചെന്ന് ബോധിപ്പിച്ചു, ഈ പെർമിഷൻ നൽകപ്പെട്ട ആള് ഒരു ഖുറാഫിയ കുബൂരിയ, അതുകൊണ്ട് അയാൾ പ്രസംഗിച്ചാൽ ക്ഷീണമാണ്. അങ്ങനെ പരാതി മുദീറിൻ്റെ അടുത്ത് ഡയറക്ടറുടെ അടുത്തെത്തി, ഷെയ്ഖ് അഹമ്മദ് ഖുറാബിൻ്റെ അടുത്തെത്തി. അദ്ദേഹം ഇതിങ്ങനെ വായിച്ചിട്ട് അദ്ദേഹം മനസ്സുകൊണ്ടൊരു തീരുമാനത്തിലെത്തുക. ആ തീരുമാനം എന്നെ വിളിച്ച് അറിയിക്കണം. എൻ്റെ നമ്പർ കളക്ട് ചെയ്തിട്ട് മൂപ്പരെന്നെ വിളിച്ചു. ഞാനിങ്ങനെ നിൻ്റെ പെർമിഷനിൽ ഒപ്പിട്ട അഹമ്മദ് ഖുറാബാണ്, ഔഖാഫിൻ്റെ ഡയറക്ടറാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. GCCയിലെ ഖത്തറിൽ പോയതാണ് അനുസ്മരിക്കുന്നത്. സ്റ്റേറ്റ് ഓഫ് ഖത്തർ, ദൗലത്ത് ഖത്തർ എന്നാണ് അതിൻ്റെ പേര്. അന്ന് അവിടെ ചെന്നപ്പോൾ ഖത്തർ എന്ന് എഴുതി കണ്ടപ്പോൾ ഒരു വസ്തുത പ്രത്യേകം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇംഗ്ലീഷിൽ ക്യൂ എന്ന് എഴുതിയാൽ പിന്നെ യു എന്ന് എഴുതണം എന്നാണ് നമ്മുടെ നാട്ടിൽ പലരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഷഫീഖ് എന്ന് പേരുള്ള ആൾ QUE എന്ന് എഴുതും. ഷഫീഖ് അവസാനത്തെ അക്ഷരം QUE. പക്ഷേ അത് മഹാസഫഹത്താണ് എന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. അതായത് എവരി ക്യൂ ഫോളോ എ യു എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ കായികമാണ്. അറബിയിൽ ഷഫീഖ് എന്ന് എഴുതുമ്പോൾ QUE എന്ന് എഴുതൽ സഫഹത്താണ്, നോൺസെൻസാണ്. വെറും ക്യൂ എന്ന് എഴുതിയിട്ട് അവിടെ നിർത്തണം. ഖത്തർ എന്ന് എഴുതുമ്പോൾ അങ്ങനെയാണ് QA എന്നാണ് എഴുതുക. കാരണം അത് അറബി പദമാണ്, ഇംഗ്ലീഷ് പദമല്ല. നമ്മുടെ നാട്ടിൽ കുറേ മിസ്കിന്മാർ അങ്ങനെ പേര് എഴുതണവരുണ്ട്. കാഫ് ഉള്ളിടത്ത് ക്യൂ എന്ന് എഴുതും, എന്നിട്ട് പിന്നെ UE എന്നുകൂടി എഴുതും. ഖത്തർ അൽഹംദുലില്ലാ വളരെ സാമ്പത്തിക വളർച്ചയും സാംസ്കാരിക ഔന്നത്യവും വിദ്യാഭ്യാസപരമായ വ്യാപകമായ ബഹുലമായ പ്രവർത്തനങ്ങളൊക്കെ ഉള്ളൊരു രാജ്യമാണ്. ഖത്തർ യൂണിവേഴ്സിറ്റി ഉണ്ട്, ധാരാളം ഹയർ സെക്കൻഡറി മറ്റ് തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. കുറഞ്ഞ സ്ഥലമാണെങ്കിലും, കുറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ സജീവമായത് കുറച്ച് സ്ഥലമുണ്ട്. രാജ്യം കുറച്ചുകൂടി വലുപ്പമുണ്ട്. അതിൻ്റെ വടക്കേ ഭാഗത്തിൻ്റെ പേര് തന്നെ ഷമാൽ എന്നാണ്. ഷിമാൽ എന്നാണ് അറബി പറയാം, മലയാളത്തിൽ പറയുമ്പോൾ ഷമാൽ എന്ന് പറയും. അവിടെ കുറേ യാത്ര ചെയ്യണം. അവിടെയും ചെറിയ സിറ്റിയൊക്കെ ഉണ്ട്. പിന്നെ തലസ്ഥാനമായ ദോഹയിൽ നിന്ന് ഒരു 35-40 കിലോമീറ്റർ ദൂരെ വഖ്ര എന്ന് പറയുന്ന ഒരു സിറ്റി ഉണ്ട്. അങ്ങനെ കുറേ സിറ്റികളുണ്ട്. അൽഹംദുലില്ലാ ദൈനംദിനം പുരോഗതി നേടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഖത്തറിൽ ചെന്നപ്പോഴും അൽഹംദുലില്ലാ നമ്മുടെ മലയാളി സുഹൃത്തുക്കളുടെ അതിഥിയായിട്ടാണ് ഞാൻ എത്തിയത്. അവിടെ പള്ളിയിൽ ഒരു പ്രഭാഷണത്തിന് വേണ്ടി നമ്മുടെ നാട്ടുകാരായ ചില ഗുണകാംക്ഷികളുടെ സഹകരണങ്ങളോടുകൂടി ശ്രമങ്ങൾ നടത്തി അങ്ങനെ പള്ളിയിൽ പ്രസംഗിക്കാൻ അവസരം കിട്ടി. അത് ഖത്തറിൻ്റെ ചരിത്രത്തിൽ ഒരു സുന്നി രംഗത്തുള്ള ഒരാൾ പ്രസംഗിക്കുക, അത് സർക്കാരിൻ്റെ അനുമതിയോടുകൂടി നിർവഹിക്കുക എന്നത് ഒരു അത്ഭുത സംഭവമായിരുന്നു അന്ന്. അങ്ങനെയാണ്. അന്ന് ചില ഉൽപ്പതിഷ്ണുക്കളുടെ കയ്യിലാണ് അവിടെ ഔഖാഫും അതുപോലെ മറ്റു പല ഉന്നത ഔദ്യോഗിക കേന്ദ്രങ്ങളൊക്കെ അങ്ങനെ ഉൽപ്പതിഷ്ണുക്കളുടെ കയ്യിലാണ്. അപ്പം നമ്മുടെ നാട്ടിലുള്ള ചില ഗുണകാംക്ഷികൾ ഞാൻ ചെന്നപ്പോൾ അറബിയിൽ പ്രസംഗിക്കാനൊക്കെ കഴിയുമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പള്ളിയിൽ പ്രസംഗിക്കാൻ ഒരു പെർമിഷൻ അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തിയത് ശരിയാക്കി. അന്ന് ഔഖാഫിൻ്റെ ഡയറക്ടർ ഷെയ്ഖ് അഹമ്മദ് ഖുറാബ് എന്നുള്ള ഒരാളാണ്. ഇതിൻ്റെ പെർമിഷൻ സാങ്ഷൻ ആയതോടുകൂടി ഈ നേരത്തെ പറഞ്ഞ ഉൽപ്പതിഷ്ണു വിഭാഗം കുത്തിത്തിരിപ്പുകൾ തുടങ്ങി. കേരളത്തിൽ നിന്ന് ഒരു സുന്നി വന്നിട്ട് ഇവിടെ സർക്കാർ പെർമിഷനോടുകൂടി അല്ലെങ്കിൽ ഔഖാഫിൻ്റെ അംഗീകാരത്തോടു കൂടി പ്രധാനപ്പെട്ട ഒരു പള്ളിയിൽ പ്രസംഗിക്കുക എന്നാണ് നമുക്കൊക്കെ ക്ഷീണമാണെന്ന് അവർ ചിന്തിച്ചത്. അങ്ങനെ അവർ കുത്തിത്തിരിപ്പുണ്ടാക്കി ഡയറക്ടർ അഹമ്മദ് ഖുറാബിൻ്റെ അടുത്ത് ചെന്ന് ബോധിപ്പിച്ചു, ഈ പെർമിഷൻ നൽകപ്പെട്ട ആൾ ഒരു ഖുറാഫിയ കുബൂരിയ, അതുകൊണ്ട് അയാൾ പ്രസംഗിച്ചാൽ ക്ഷീണമാണ്. കേരളത്തിൽ നിന്നുള്ള പിൻബലം ഉണ്ടായിരുന്നു അതിന്. അങ്ങനെ പരാതി മുദീറിൻ്റെ അടുത്ത് ഡയറക്ടറുടെ അടുത്തെത്തി, ഷെയ്ഖ് അഹമ്മദ് ഖുറാബിൻ്റെ അടുത്തെത്തി. അദ്ദേഹം ഇതിങ്ങനെ വായിച്ചിട്ട് അദ്ദേഹം മനസ്സുകൊണ്ടൊരു തീരുമാനത്തിലെത്തുക. ആ തീരുമാനം എന്നെ വിളിച്ച് അറിയിക്കണം. എൻ്റെ നമ്പർ കളക്ട് ചെയ്തിട്ട് മൂപ്പരെന്നെ വിളിച്ചു. ഞാനിങ്ങനെ നിൻ്റെ പെർമിഷനിൽ ഒപ്പിട്ട അഹമ്മദ് ഖുറാബാണ്, ഔഖാഫിൻ്റെ ഡയറക്ടറാണ്. നിന്നെ നേരിൽ കാണേണ്ടതുണ്ട്, എന്താ ചെയ്യുക, നീ വരുമോ? ആയിക്കോട്ടെ, ഞാൻ വരാം. അങ്ങനെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, പെർമിഷനൊക്കെ സാങ്ഷൻ ആയിട്ടുണ്ട്, അതിന് ശേഷം നിന്നെപ്പറ്റി ഒരു കംപ്ലയിൻ്റ് കിട്ടിയിട്ടുണ്ട്, നീ കുബൂരിയാണെന്ന്. നിന്നോട് നേരിട്ട് സംസാരിക്കലാണ് ആരോഗ്യകരം, ബുദ്ധിപൂർവകം എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് നിന്നെ വിളിക്കാൻ കാരണം. വേറെ ആരെങ്കിലും അന്വേഷിക്കണത് ശരിയല്ല. അപ്പം ഞാൻ കുറച്ച് ഫലിതവും കൂട്ടി പറഞ്ഞു. കുബൂരി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കുബൂരികൾ തന്നെയാണ്. ഖബറിൻ്റെ ജമ്മാണ് കുബൂർ, അതിൽക്ക് നിസ്ബാണ് കുബൂരി എന്ന് പറഞ്ഞത്. നമ്മളൊക്കെ ഖബറിലെത്താനുള്ള എന്നുള്ള നിലക്ക് ആ പ്രയോഗത്തിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്നെപ്പറ്റി മുശ്രിക്കാണെന്ന് കംപ്ലയിൻ്റ് ഉണ്ടെന്ന് അറിഞ്ഞു.
ഞങ്ങൾ നിരന്തരമായി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് wuduണ്ടാക്കുമ്പോഴും പറയും, പിന്നെ നിസ്കരിക്കുമ്പോഴും പറയും, ബാങ്ക് കൊടുക്കുമ്പോഴും പറയും, പിന്നെ ബാങ്ക് കൊടുക്കുമ്പോൾ ഇജാബത്ത് ചെയ്യും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഅദ്ദിന് പറഞ്ഞാൽ ഞങ്ങളും ആവർത്തിച്ച് പറയും. ഞങ്ങളുടെ ജീവിതത്തിലുടനീളം ഈ ഷഹാദത്ത് കലിമ ആവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. പിന്നെപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയും ചെയ്യുക, എന്നിട്ട് പിന്നെ ശിർക്കും ചെയ്യുക. ഇത് ഒരു ഭ്രാന്തം പണിയില്ല. ഇതിനിപ്പോൾ ആരെയും ബുദ്ധിയുള്ള ആൾക്കാരെ മെനക്കോടുന്നു. ഈ പ്രസംഗിച്ചു പറഞ്ഞയാൾ ചുരുക്കത്തിൽ. മാത്രമല്ല, എൻ്റെ പ്രസംഗത്തിന് ശേഷം അതിൽ മുദാഹല ചെയ്യാൻ, ഇൻ്ററാക്ഷൻ, എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് മറുപടി പറയിപ്പിക്കാനുള്ള ഏർപ്പാട് മുമ്പിൽ ചെയ്തു. അതും നടന്നു, പ്രസംഗം നടന്നു, ഇതിനുള്ള ഏർപ്പാടും ചെയ്തു. അങ്ങനെ ഇൻ്ററാക്ഷൻ ഉണ്ടായിരുന്നു സാമാജികരുടെ. ചുരുക്കി പറഞ്ഞാൽ, ഈ സംഭവം കഴിഞ്ഞ ശേഷം ഡയറക്ടർ അഹമ്മദ് ഖുറാബ് ഈ കംപ്ലൈൻറ്റ് പറഞ്ഞ ആൾക്കാരെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളൊരു മോമിനായ മനുഷ്യനെ പറ്റി ഇങ്ങനെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച ആൾക്കാരാണ്, അതുകൊണ്ട് 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളിതിന് തെളിവ് ഹാജരാക്കണം, നിങ്ങൾ ജോലിയിൽ പിരിച്ചുവിടുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് കേരളത്തിലെ നേതാക്കന്മാർ വീണ്ടും സടകുടഞ്ഞ് എഴുന്നേറ്റ് ഉണർന്നത്. അന്ന് ടെലിഫോൺ ആയിട്ടില്ല, ഈ മൊബൈൽ ഫോൺ ആയിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് അവർ ഫാക്സ് അയച്ചു. ഇവനെ പറ്റി അങ്ങനെ സംശയിക്കാവുന്ന ചില നീക്കങ്ങൾ, പ്രസ്താവനകൾ, സംസാരങ്ങളൊക്കെ ഉള്ള ആളാണ്, അതിനുള്ള തെളിവുകൾ ഞങ്ങളെടുത്തുണ്ട്. അപ്പോൾ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ കംപ്ലൈൻറ്റ് പറഞ്ഞത്. അതുകൊണ്ട് പോലെ അങ്ങനെ ദയവ് ചെയ്ത് നിങ്ങൾ പറഞ്ഞ അന്ത്യശാസനത്തിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണം, ഒഴിവാക്കണമെന്ന് അപേക്ഷിച്ചപ്പോൾ അയാൾ ആ നടപടിയിൽ നിന്ന് ഒഴിവായി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം, ഖത്തറിലെ ഒരു അനുഭവം, ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുള്ള അനുഭവം ആണത്. അതായത് എവിടെയെങ്കിലും ഒരാൾക്കൊരു മേൽക്കോയ്മ കിട്ടിയാൽ അത് ദുരുപയോഗം ചെയ്യല്ല വേണ്ടത്, മറ്റുള്ളവരോട് ഗുണകാംക്ഷ പുലർത്തുകയുള്ള വേണ്ടത്. അഖീദിയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ നടപടിക്രമങ്ങളിൽ അവനവൻ്റെ കാഴ്ചപ്പാടായിട്ട് വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതുണ്ട്. നേരെ മറിച്ച് ഈ വക്രമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പരേതനായ കോഴിക്കോട് വലിയ ഖാദി സയ്യിദ് അഹമ്മദ് ശിഹാബുദ്ദീൻ എംപിച്ചിക്കോയ തങ്ങൾ ദോഹ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് രാക്കുരാമാനം എന്ന് പറഞ്ഞ പോലെ അവിടുന്ന് തന്നെ അദ്ദേഹത്തെ തിരിച്ച് കയറ്റി വിടപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. മൂപ്പര് ചെയ്ത കുറ്റം എന്താ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളായി എന്നുള്ളതാണ്. അതൊരു കുറ്റമല്ലല്ലോ. 10, 12, 14 നൂറ്റാണ്ടിൽ ജീവിച്ച സഹാബികൾ മുതൽ താബിഈങ്ങൾ മുതൽ ഇങ്ങോട്ടുള്ളവരൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആൾക്കാർ തന്നെയായിരുന്നു. കുറഞ്ഞ ആൾക്കാർ അങ്ങനെ ഇങ്ങനെയൊക്കെ തെറ്റിത്തെറിച്ച് പോയിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുടുസായ കാഴ്ചപ്പാട്, മനസ്ഥിതി, അത് മുസ്ലിമീങ്ങൾ എടുത്തുണ്ടാകാൻ പാടില്ലല്ലോ. അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി എന്നാണ് മുസ്ലിമി പഠിപ്പിച്ചിട്ടുള്ളത്. ഖുറാനെയും സുന്നത്തിനെയും അനുധാവനം ചെയ്യുന്നു എന്ന് നാഴികക്ക് 40 വട്ടം ആവർത്തിച്ച് ഉരുവിടുന്ന ആൾക്കാർ എങ്ങനെ മുസ്ലിമീങ്ങളോട് ഇങ്ങനെയുള്ള മോശമായ, ഗർഹണീയമായ, അധിക്ഷേപാർഹമായ സമീപനങ്ങൾ വെച്ച് പുലർത്തുക? ഈ ദൃശ്യമായ സംഭവങ്ങൾ വേറെയും പലയിടത്തും പല ആളുകളിലൊന്നും ഉണ്ടായിട്ടുണ്ട്. പോട്ടെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഖത്തറിൽ പോയപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതായിട്ട് അത് എന്നും ഇങ്ങനെ മനസ്സിൽ തികട്ടി വരും. അപ്പോൾ അൽഹംദുലില്ലാ ഖത്തറിൽ പോയി അവിടുന്ന് പിന്നെ പലപ്പോഴും പോയിട്ടുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി പ്രധാനപ്പെട്ട പല നഗരങ്ങളിലും ഷിമാലിൽ വരെ പോകാനും അവിടെയുള്ള ആളുകളുമായിട്ടൊക്കെ സംസാരിക്കാനും അവരെ ആക്ടിവിറ്റീസിൽ ഇടപഴകാനൊക്കെ ഉള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഖത്തറിലെ യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ VC-യുമായി, അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകളുമായി ഒക്കെ സംസാരിക്കാനും ആശയവിനിമയം നടത്താനും അവസരം ഉണ്ടായിട്ടുണ്ട്. മർക്കസു ഖിദ്മത്തി സുന്നൻ നബവിയ്യ എന്ന മർക്കസിൽ ഖത്തർ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടുള്ള അവിടെ അതിൻ്റെ മേധാവിയായിരുന്ന ഡോക്ടർ യൂസുഫുൽ ഖർദാവി, അദ്ദേഹവുമായി സംസാരിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട്. ഇങ്ങനെ പല കോളേജുകളും പല ഡിപ്പാർട്ട്മെൻറ്റുകളും പല വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലുമൊക്കെ മറ്റു വിദേശ രാജ്യങ്ങളൊക്കെ പോകുമ്പോഴുണ്ടാകുന്നത് പോലെ ഖത്തറിലും അവിടങ്ങളിലൊക്കെ പോകാനും ആശയവിനിമയം നടത്താനും അവിടുത്തെ സംവിധാനങ്ങളൊക്കെ മനസ്സിലാക്കാനും അവസരം ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ അൽഹംദുലില്ലാ ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള വലിയ വലിയ പണ്ഡിതന്മാരെ ക്ഷണിച്ചു വരുത്തി യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരായി, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്മാരായി, വിഷയം എടുക്കുന്ന ഉസ്താദന്മാരെയൊക്കെ നിയമിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പണ്ഡിത പരിപ്രേക്ഷ്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന സ്ഥലമാണ്. കാരണം ഉയർന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങൾ, ഉയർന്ന പണ്ഡിതന്മാരുടെ അധ്യാപനങ്ങൾ ഈ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകണമെന്ന സതുദ്ദേശ്യത്തോടു കൂടിയാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കും അവിടെ നിന്ന് പലതും പഠിക്കാനുണ്ടാവും. ആവശ്യമുള്ളതൊക്കെ കൊള്ളുക, അനാവശ്യം തോന്നണത് മാറ്റിവെക്കുക, എല്ലാവരും ചെയ്യണ പണി തന്നെയാണത്. അങ്ങനെ അൽഹംദുലില്ലാ ഖത്തറിൽ പലവട്ടം പോയി പല കാര്യങ്ങളോടും മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുപോലെ GCC രാജ്യങ്ങളിലൊക്കെ പോകാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. എല്ലാം ഇവിടെ വിശദമായിട്ട് ഇപ്പോൾ പറയണില്ല. കുവൈത്തിൽ, ബഹ്റൈനിൽ, ഒമാനിൽ തുടങ്ങിയ സൗദി അറേബ്യയിൽ, എല്ലാ രാജ്യങ്ങളിലും വിവിധ കണക്ഷനുകളിലായി, സന്ദർഭങ്ങളിലായി പോകാനും അവിടുത്തെ വിവിധ മേഖലകളുമായി ബന്ധപ്പെടാനൊക്കെ അവസരം ഉണ്ടായിട്ടുണ്ട്. സൗദി അറേബ്യയിലും അതുപോലെ റിയാദിലുള്ള ഇമാം ജാമിഅത്ത് മുഹമ്മദ് ബിൻ സഊദ് അൽ ഇസ്ലാമിയ,
അവിടെ ഒരു കോൺഫറൻസിന് പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അന്ന് അവിടുത്തെ VC-യുമായി അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകളുമായി മറ്റ് പല ആക്ടിവിറ്റീസുമായി ഒക്കെ ബന്ധപ്പെടാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. മക്കയിൽ പോകുമ്പോൾ റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമിയിൽ പോകാനും അവിടുത്തെ വിവിധ ഓഫീസുകൾ സന്ദർശിക്കാൻ മറ്റു കാര്യങ്ങൾക്കൊക്കെ അവസരം ഉണ്ടായിട്ടുണ്ട്. ജാമിഅത്തുൽ മലിക് അബ്ദുൽ അസീസിൻ്റെ ജിദ്ദയിലുണ്ടായിരുന്നു, പിന്നെ പേര് മാറിയിട്ടുണ്ട്, അവിടെ പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാനും അവിടെയുള്ള പണ്ഡിതന്മാരുമായി ബന്ധപ്പെടാനും അവിടുത്തെ അധ്യാപന സംവിധാനങ്ങളുമായി ഡിപ്പാർട്ട്മെൻറ്റുകൾ, ലൈബ്രറികൾ, മറ്റ് പിന്നെ ആധുനിക സംവിധാനങ്ങൾ ഒക്കെ മനസ്സിലാക്കാനും അവസരമുണ്ടായി. പിന്നെ കുവൈത്ത് യൂണിവേഴ്സിറ്റിയുമായി നമ്മൾ MOU സൈൻ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഡോക്ടർ അബ്ദുൽ ഗഫാർ ഷെരീഫ് എന്ന ഒരാളായിരുന്നു അന്ന് അവിടെ പിന്നെ ശരിയ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്. അദ്ദേഹവുമായി സംസാരിക്കുകയും ശരിയ ഡിപ്പാർട്ട്മെൻറ്റുമായി MOU സൈൻ ചെയ്യാൻ അവസരം ഉണ്ടാവുകയും ചെയ്തു. പിന്നെ മറ്റു പല ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകളുമായിട്ടൊക്കെ ബന്ധം പുലർത്തി. പിന്നെ മറ്റു സാംസ്കാരിക കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടാനും അവസരം ഉണ്ടായിട്ടുണ്ട്. ഔഖാഫ് മിനിസ്ട്രി അല്ലെങ്കിൽ അതുപോലുള്ള ഇസ്ലാമിക് അഫയേഴ്സിൻ്റെ മന്ത്രാലയങ്ങൾ, പിന്നെ അവിടെയുള്ള ചില ഉന്നതരായ ഉദ്യോഗസ്ഥന്മാർ തുടങ്ങി അൽഹംദുലില്ലാ പല രീതിയിലും അവിടെയുള്ള സാഹചര്യങ്ങൾ, സന്ദർഭങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താനും നമ്മുടെ ആക്ടിവിറ്റീസിലൊക്കെ അത് പ്രയോഗവൽക്കരിക്കാനും ഉള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. മസ്കത്തിൽ പോയി അവിടെ ഷെയ്ഖ് ഹമദ് അൽ ഖലീലി, അവിടുത്തെ ഗ്രാൻഡ് മുഫ്തിയാണ്, ഇപ്പോൾ വയസ്സായി വിശ്രമിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ മകൻ രംഗത്തുണ്ട്. അതുപോലെ അവിടെയുള്ള പിന്നെ പണ്ഡിതന്മാരുമായി ഡയറക്ടർമാരുമായി മറ്റു സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ അവസരം ഉണ്ടായി. സലാലയിൽ പ്രത്യേകമായി കേരളീയ പശ്ചാത്തലമുള്ള ഭൂപ്രദേശമാണ്. അവിടങ്ങളിലുള്ള മസാറുകൾ, അമ്പർത്ത തങ്ങളെ ഉപ്പാപ്പയായ സാഹിബ് മിർബാത്ത് അവിടെങ്കിലൊക്കെ സിയാറത്ത് ചെയ്യാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. സാഹിബ് മിർബാത്ത് അൽ ഫഖീഹുൽ മുഖദ്ദം മുഹമ്മദ് ബിൻ അലി ബാലവി, അദ്ദേഹമാണ് സാഹിബ് മിർബാത്ത് എന്ന് മലബാരികൾ മർബാദ് എന്ന് പറയും. അപ്പോൾ പാഠമായിട്ട് മർബാദ് എന്നാണ് പറയും. മിർബാത്ത് എന്നാണ്, സാഹിബ് മിർബാത്ത്. ആ ഭൂപ്രദേശത്തിൻ്റെ മേധാവി, ആത്മികവും മതപരവും ഭൗതികവും ആയ എല്ലാവിധ മേധാവിത്വവും അല്ലെങ്കിൽ സാരഥ്യവും വഹിച്ചിരുന്ന സമുന്നത വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അൽ ഫഖീഹുൽ മുഖദ്ദം മുഹമ്മദ് ബിൻ അലി ബാലവി സാഹിബ് മിർബാത്ത്. അങ്ങനെ വേറെയും അവിടെ മസാറുകൾ കുറേ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ബഹ്റൈൻ ചെറിയ രാജ്യമാണെങ്കിലും വളരെ പുരോഗതി നേടിയ ചെറിയ പ്രദേശമാണ്. ബഹ്റൈൻ നബിചരിത്രത്തിൽ ബഹ്റൈൻ എന്നുള്ളൊരു സ്ഥലം കാണും. അത് ഈ ബഹ്റൈൻ അല്ല, ഏകദേശം അതിൻ്റെ അടുത്തുള്ള വേറെ സ്ഥലം. ബഹ്റൈൻ രാജാവിന് കത്തെഴുതി എന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുലൂക്കിലേക്ക് റസായിൽ അയച്ചു എന്നുള്ള ബാബിൽ. അപ്പോൾ ഏതാണെങ്കിലും പിന്നെ ബഹ്റൈനിലും തന്നെ ജാമിഅത്ത് ബഹ്റൈൻ ഉണ്ട്. അവിടെ ഇസ്ലാമിക് വൈജ്ഞാനിക ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അവിടെയുള്ള ഒരു നാജി അറബി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, ഒരു സൂഫി പണ്ഡിതൻ നമ്മുടെ കേരളം സന്ദർശിച്ചിട്ടുണ്ട്. അറബി എന്ന് പറഞ്ഞാൽ അവരെ കുടുംബ പേരാണ്, നാജി അറബി. പിന്നെയും കുവൈത്ത് ബഹ്റൈനിൽ ചെന്നപ്പോൾ ഷെയ്ഖ് നാജിയുമായി സംസാരിക്കാനും അദ്ദേഹത്തിൻ്റെ ഓഫീസിലും വീട്ടിലൊക്കെ സന്ദർശിക്കാനൊക്കെ അവസരം ഉണ്ടായിട്ടുണ്ട്. അൽഹംദുലില്ലാ അങ്ങനെ സംഭവബഹുലമായ വിദേശ യാത്രകൾ, അതിങ്ങനെ വിശദമായി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും, ഒരുപാട് എഴുതാനുണ്ടാവും. അതിൻ്റെ ചുരുക്കം പറഞ്ഞാൽ മതി എന്നുള്ള നിലക്കാണ് ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ അനുസ്മരിച്ചത്. അതോടുകൂടിയാണ് പിന്നെ നമ്മുടെ ഈജിപ്ഷ്യൻ സന്ദർശനം വരുന്നത്. 1991 ഞാൻ ആദ്യമായി ഈജിപ്തിലേക്ക് പോവുകയാണ്. അത് ഞാൻ ഒറ്റക്കാണ് പോയത്. കാലാവസ്ഥ എന്ന് ശരിക്കും അറിയാത്തൊരു കാലമാണ്. ഡിസംബറിലാണ് ചെന്ന് ഇറങ്ങിയത്. കഠിനമായ മരം കൊച്ചുന്ന തണുപ്പാണ്. അങ്ങനെ അസ്ഹർ പോകാനായിരുന്നു ലക്ഷ്യം. ഫ്ലൈറ്റിൽ ഇറങ്ങി പിന്നെ അസ്ഹറിൻ്റെ അവിടെ എത്തി. അസ്ഹർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസിൽ പോയി. അങ്ങനെ ഒരു ഗസ്റ്റാണെന്നൊക്കെ മനസ്സിലായപ്പോൾ അവർ നമുക്കവിടെ താമസിക്കാൻ ഹുസൈനിയ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ജാമിഉൽ ഹുസൈൻ ഉണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള പള്ളി. ആ പള്ളിയുടെ ഏകദേശം അടുത്തുള്ള ഒരു ഹോട്ടലാണ് ഫുന്ദുഖുൽ ഹുസൈനിയ ചത്വരം സ്ക്വയർ എന്ന് പറയും. അവിടേക്ക് എൻ്റെ ഒരു ഭാഗത്താണ് ഈ ഹോട്ടൽ. അവിടെ അവർ താമസ സൗകര്യം ചെയ്തു തന്നു. അങ്ങനെ അസ്ഹറിൻ്റെ ചുറ്റുപാടുകളൊക്കെ മനസ്സിലാക്കി പല സ്ഥലം എന്ന് പറഞ്ഞാൽ അസ്ഹറിലെ അസ്ഹറിൻ്റെ പഴയ ജാമിഉൽ അസ്ഹർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ജുമുഅത്തുള്ളിൻ്റെ പേരാണ്. ജാമിഉൽ അസ്ഹർ 1100ഓളം കൊല്ലം പഴക്കമുണ്ട് പള്ളിക്ക്. ജാമിഉൽ അസ്ഹർ, ജാമിഅ ജുമുഅത്തുള്ളി എന്നാണ്. അവിടെ ദർസും ഉണ്ടായിരുന്നു അന്ന് മുതലേ. പിന്നെ അതിങ്ങനെ വളർന്ന് പുരോഗമിച്ച് വന്ന് യൂണിവേഴ്സിറ്റി ആയി. യൂണിവേഴ്സിറ്റി ബിൽഡിങ്ങുകൾ അവിടെ നിന്ന് കുറച്ച് അകലെയാണ്. മദീനത്തു നസർ എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രധാന കോളേജുകളൊക്കെ. ജാമിഉൽ അസ്ഹറിൻ്റെ പൈതൃകം സംരക്ഷിക്കാനും അത് ഓർക്കാനും വേണ്ടി കുല്ലിയത്തു ദഅവത്തിൽ ഇസ്ലാമിയ എന്ന് പറഞ്ഞ കോളേജ് ഈ പള്ളിക്ക് തന്നെ നടന്നിരുന്നു. വിശാലമായ പള്ളിയാണ്. കുല്ലിയത്തു ദഅവൽ ഇസ്ലാമിയ 4 കൊല്ലത്തെ കോഴ്സാണ്.
ഓരോ കൊല്ലത്തെയും ക്ലാസ് പള്ളിയുടെ ഓരോ മൂലയിലായിരുന്നു സംവിധാനിച്ചിരുന്നത്. കുറേ കാലം, അടുത്ത കാലം അതും അവിടുന്ന് മാറ്റി മദീനത്തു നസറിലേക്ക് കുല്ലിയത്തു ദാവൽ ഇസ്ലാമിയും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പ്രാഥമികമായി അന്ന് അവിടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ കോളേജുകളിൽ മദീനത്തു നസറിലും പോയിരുന്നു, പിന്നെ ജാമിഉൽ അസ്ഹറിൽ പോയിരുന്നു, പിന്നെ പ്രധാനപ്പെട്ട മസാറുകൾ ഒരുപാട് സ്ഥലത്ത് പോയി. അങ്ങനെയാണ് ആദ്യത്തെ ഈജിപ്ഷ്യൻ യാത്ര ഉണ്ടാകുന്നത്. ഉദാഹരണമായി റഷ്യൻ ഗ്രാൻഡ് മുഫ്തിയെ പരിചയപ്പെട്ടിട്ടുള്ളത് ഈജിപ്തിൽ നിന്നാണ്. കൈറോയിൽ നടന്ന സെമിനാറുകൾക്ക് പോയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടികളായ ചില സഹയാത്രികരെയൊക്കെ പരിചയപ്പെട്ടു. തൽഅത്ത് സഫ താജുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതിപ്പോൾ 25 കൊല്ലം മുമ്പായിരിക്കും ആദ്യം കണ്ടത്. ഇപ്പോൾ 2 കൊല്ലം മുമ്പ് ഞാൻ റഷ്യയിൽ പോയപ്പോഴും അദ്ദേഹത്തെ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു, ബന്ധപ്പെട്ടിരുന്നു. ഉസ്താദ് ദക്തൂർ തൽഅത്ത് സഫ താജുദ്ദീൻ. അതിലൊക്കെ ദാറുൽ ഹുദ പ്രതിനിധി എന്നുള്ള സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളെയും പങ്കെടുപ്പിക്കാൻ അവസരം ലഭിച്ചിരുന്നു എന്നതിപ്പോൾ ഞാൻ ഓർക്കുകയാണ്. ഉസ്താദ് CH ഐദ്രൂസ് മുസ്ലിയാരായിരുന്നു ആദ്യം ദാറുൽ ഹുദയുടെ പ്രസിഡന്റ്. ഉസ്താദ് 1994 വഫാത്തായി. അതിനുശേഷം ദാറുൽ ഹുദ പ്രസിഡന്റ് സ്ഥാനത്ത് വന്നത് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ. അപ്പോൾ ഈജിപ്തിലെ ഒരു സെമിനാറിന് ദാറുൽ ഹുദ പ്രസിഡന്റ് എന്ന നിലക്ക് തങ്ങളുടെ പേരിൽ അപ്ലിക്കേഷനൊക്കെ കൊടുത്ത് അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് പോയത് ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുക. പിന്നീട് സന്ദർശിച്ച ഒരു ശ്രദ്ധേയമായ രാജ്യമാണ് ലിബിയ. അതൊക്കെ ഖദ്ദാഫിയുടെ കാലത്തായിരുന്നു.